വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഡ്രിങ്കാണ്. അത് നാരങ്ങ വെള്ളമാണ്. അതിനകത്തൊരു ചെറിയൊരു കഷ്ണം പൈനാപ്പിളൂടെ ചേർക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ ഒരു സ്വാദ് ഇരട്ടിയാകുവാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 2 നാരങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പൈനാപ്പിൾ. ഇത്രയും പൈനാപ്പിൾ ചേർക്കുകയൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു പകുതി പൈനാപ്പിൾ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങാനീരൊന്ന് പിഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ അതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ തേൻ വേണേലും ചേർക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നമ്മളിത് പഞ്ചസാര ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചുകൊണ്ട് ഒരു പൗഡർ ഫോമിലാണ് ഏലക്കാപ്പൊടി. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തോട്ട് ഡയറക്റ്റ് തന്നെ നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത സോഡയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഐസ് ക്യൂബ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇട്ട് കുടിക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് സെർവ് ചെയ്തെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു കഷ്ണം പച്ചമുളക് അരിഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ്. നേരത്തെ കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്നത് 1 ടേബിൾ സ്പൂൺ, 1-2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇത് നല്ല വയറിന് നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ് കസ്കസ്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇനിയും അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.